ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യായാമങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് നമുക്ക് 70, 75, 80 വയസ്സൊക്കെ ആകുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ കാലുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, നമ്മുടെ കാലിൻ്റെ മുട്ടുകൾക്കുണ്ടാവുന്ന വേദന, അല്ലെന്നുണ്ടെങ്കിൽ കാലുകൾക്കുണ്ടാവുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറുപ്പക്കാർക്കിടയിലും ഇത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരികയാണ്. അപ്പം ഞാൻ പലപ്പോഴും ടി വിയിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. മുട്ടുവേദന മാറ്റാനായിട്ട് നിങ്ങൾ ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ മതി, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടുവേദന ശാശ്വതമായിട്ട് തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥ, അതേ കണക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് ആ വീഡിയോകളിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ ഈ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് അവരുടെ ഈ മുട്ടുവേദനയൊക്കെ മാറുന്നു, അവർക്ക് പിന്നെ എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പരസ്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്സ്, സത്യത്തിൽ ഇതൊക്കെ ശുദ്ധമായിട്ടുള്ള തട്ടിപ്പാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കളിയാക്കാനോ വിമർശിക്കാനോ ഇല്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശുദ്ധമായിട്ടുള്ള ഒരു തട്ടിപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കാല് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ലാർജ് മസിൽ ഗ്രൂപ്പാണ്. നമ്മുടെ കാലെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മസിൽ ഗ്രൂപ്പാണ് നമ്മുടെ കാലെന്ന് പറയുന്നത്. നമ്മുടെ കാലിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ് മസിലുണ്ട്. ഓക്കെ, അതേ കണക്ക് ഹാംസ്ട്രിങ് മസിലുണ്ട്, തൈ മസിലുണ്ട്, നമ്മുടെ ഗ്ലൂട്ട് മസിൽ കാലിനോട് ചേരുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ്. അതേപോലെ നമ്മുടെ ഹിപ്പ് മസിലുണ്ട്. അപ്പം ഇതേ കണക്കൊരു വലിയ മസിൽ ഗ്രൂപ്പാണ് നമ്മുടെ കാലുകളുടേത്. അപ്പം ഇതിനകത്ത് സർവ്വസാധാരണമായിട്ട് നമുക്ക് ഈ മുട്ടുവേദന ഉണ്ടാവാനും അതിനൊക്കെ തന്നെ കാലുകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിനുണ്ടാവുന്ന തകരാറുകളായിരിക്കാം. ഓക്കെ, അതിൻ്റെ ബലക്കുറവായിരിക്കാം. ഇപ്പോൾ ഈവൻ നമ്മുടെ കാഫ് മസിൽ ടൈറ്റായി പോവുക, അതിനൊക്കെ തന്നെ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസിനുണ്ടാവുന്ന ബലക്കുറവ്, നമ്മുടെ തൈ മസിലിനുണ്ടാവുന്ന ബലക്കുറവ്, നമ്മുടെ ഹിപ്പ് മസിൽസിൻ്റെ പ്രശ്നങ്ങൾ, അതേ കണക്കാണ് നമ്മുടെ ഗ്ലൂട്ട്സിൻ്റെ പ്രശ്നങ്ങൾ. ഇതെല്ലാം കാരണവും നമുക്ക് ഈ കാലിൻ്റെ മുട്ടുകൾക്കും അതിനൊക്കെ കാലിന് ബലക്കുറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഡോക്ടർമാരെ കാണാനായിട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്നു. പല പല ഡോക്ടർമാരുടെ നിങ്ങൾ ദിവസേന കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അവരെല്ലാം നിങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്നു. നിങ്ങൾക്ക് 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഒരു ആശ്വാസം കിട്ടും. 4ാമത്തെ ദിവസം ആകുമ്പോൾ വീണ്ടും നിങ്ങൾ ആ ഒരു പൂർവ്വൊരവസ്ഥയിലോട്ട് നിങ്ങൾ വരും. നിങ്ങൾക്ക് ആ വേദനയൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനിത് ഒന്നിനെ വിമർശിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നിങ്ങൾ മരുന്ന് കഴിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷെ ആ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ടാക്കുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ശീലമാക്കുക. നിങ്ങൾക്ക് ഈ തൈലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് ചൂടാക്കി അതൊക്കെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സമയം മതിയാവും നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കാലുകൾക്കുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ. ഓക്കെ, ഞാൻ അങ്ങനെ പല പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടെന്ന് പറയുന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലെഗ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, പ്രായമായവർക്ക് വേണ്ടിയുള്ളത്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ഒരു ലാർജ് മസിൽ ഗ്രൂപ്പായിട്ടുള്ള കാലുകളെ നിങ്ങൾ നല്ല രീതിയിൽ ബലപ്പെടുത്തുക. നിങ്ങൾ ആ കാലുകൾക്കുള്ള വ്യായാമങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ മുട്ടുവേദന, അതിനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. നിങ്ങൾ ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ എക്സസൈസും കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ റിക്കവറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു റിലീഫ് വളരെ പെട്ടെന്നായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ കാലുകൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത് എക്സസൈസുകൾ ചെയ്യുക. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചിലവഴിച്ചാൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞാണ്, അത് നിങ്ങൾക്ക് ഈ തൈലമൊക്കെ തേച്ച് പിടിപ്പിച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മതിയാവും നിങ്ങൾക്ക് ഇതേപോലുള്ള വ്യായാമങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, കിളികളുടെ വലിയ കലകല ശബ്ദം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് പ്രധാനമായിട്ടും ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടി വിയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. നിങ്ങൾക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നില്ല, ഭയങ്കര മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മരുന്ന് സജസ്റ്റ് ചെയ്യുന്നു, ആ ഒരു മരുന്ന് സജസ്റ്റ് ചെയ്യുന്നു, അത് കഴിക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് മാറ്റം ഉണ്ടാകുന്നു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു വേദന ശമനം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും
നിങ്ങളുടെ കാലുകൾ സ്ട്രെങ്തൻ ചെയ്യാതെ, നിങ്ങളുടെ കാലുകളുടെ ആ നശിച്ചുപോയ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാതെ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു റിലീഫ് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു റിലീഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള കാലുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ പല പല വീഡിയോകളും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വ്യായാമങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാലുകൾക്കാണ് മിക്കവാറും ആൾക്കാർക്ക് എല്ലാം പ്രശ്നങ്ങൾ. ഓക്കെ, പല ആൾക്കാരും പറഞ്ഞാൽ എനിക്ക് ഒട്ടും കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് മുട്ടിന് ഭയങ്കര വേദന, എനിക്ക് തുടയ്ക്ക് ഭയങ്കര വേദന. ഇങ്ങനെ പല പല കാലിനെ സംബന്ധിച്ച് പല പല വിഷമങ്ങളാണ് പലരും പറയാറുള്ളത്. ഇതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നമ്മുടെ കാലുകളുടെ ആ ഒരു മസിൽ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവുന്ന ബലക്കുറവുകളോ, ചിലപ്പോൾ തുടകൾക്കായിരിക്കും നമുക്ക് ബലക്കുറവ് ഉണ്ടാവുന്നത്, ചിലപ്പോൾ ഹാംസ്ട്രിങ്ങിനായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്, ചിലപ്പോൾ കാഫ് മസിലൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ ഹാംസ്ട്രിങ്ങിനെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളുണ്ട്, ഗ്ലൂട്ട്സിനെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളുണ്ട്, ഹിപ്പ് മസിലിനെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ നിങ്ങളിപ്പം ഡോക്ടർമാരെ പോയി കാണുമ്പോൾ ഡോക്ടർമാർ പറയും നിങ്ങൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറയും. ഓക്കെ, ഫിസിയോതെറാപ്പി എന്ന് പറയുന്നതും ഒരു ചെറിയൊരു വ്യായാമ മുറകളോടൊക്കെ ചേർത്തിട്ടാണ് ഫിസിയോതെറാപ്പിയും ഉള്ളത്. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറയും. പക്ഷേ ഫിസിയോതെറാപ്പി ചെയ്താൽ നിങ്ങൾ 15 ദിവസം ചെയ്യും, ചിലപ്പോൾ 10 ദിവസം ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യില്ല. പക്ഷേ ഈ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കാശ് കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചാൽ മതി. നമുക്ക് ഒരു കാശും ഒരു പൈസയും ആർക്കും കൊടുക്കണ്ട. നമുക്ക് സാവധാനത്തിൽ, നിങ്ങൾ തുടക്കത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാവധാനത്തിൽ വളരെ കുറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പല ആൾക്കാരെയും വിഷമിപ്പിക്കുന്ന ഈ വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇതിനെക്കുറിച്ച് ഞാനത് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഓക്കെ, കാരണം പല പല ആൾക്കാരും എൻ്റെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് കാലുകൾക്ക് ഇന്ന പ്രശ്നമാണ്, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, ഞാൻ പല പല ഡോക്ടർമാരെയും പോയി കണ്ടു, മാറ്റം ഉണ്ടാവുന്നില്ല, വീണ്ടും പഴയ കണക്ക് വരികയാണ്, എന്തെങ്കിലും വ്യായാമം ഉണ്ടോ? സത്യമാണ്, വ്യായാമമാണ് ഏറ്റവും നല്ല ഒരു മാർഗം. കാലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വ്യായാമം തന്നെയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.